പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. അപ്പൊ ഇയാള് 5 പവനൊക്കെ ഇപ്പൊ സ്വർഗം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി ചെന്നതാ. 5 പവന് സ്വർഗം കൊടുക്കാനേ മുജാഹിദ് മൗലവി ഒരുങ്ങി ചെന്നതാ സ്ത്രീകളുടെ മുന്നിലേക്ക്. എന്നിട്ട് ഇയാൾ എന്നെ പ്രസംഗിക്കുകയാണ്. എന്തേ ഇനി വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ 5 പവൻ, ആ 5 പവന്റെ സംഖ്യയും കാര്യങ്ങളൊന്നും അല്ല, വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? എന്റെ അഡ്രസ് വാങ്ങിയിട്ട് അങ്ങോട്ട് അയച്ചു തരാണ് വേണ്ടത്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക്. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഈ മൗലവി